ആദ്യകാലത്ത് താൻ അത്രയ്ക്ക് ആളുകൾക്ക് സ്വീകാര്യനായ നടനായിരുന്നില്ല. അത് ലുക്കിലായാലും ഭംഗിയിലായാലും തന്നെ പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ടതാണെന്ന് മോഹൻലാൽ തന്നെ നിരവധി അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ ആ ഇഷ്ടം മോഹൻലാൽ എന്ന നടനെ അദ്ദേഹത്തിന് ലഭിച്ച സിനിമകളിലെ വേഷങ്ങളിലൂടെ മികച്ച അഭിനേതാവും താരവുമാക്കി മാറ്റി. ഇഷ്ടക്കാരും സിനിമാ പ്രേമികളായ നിഷ്പക്ഷരും ആരാധകരും അദ്ദേഹത്തിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് പോരുന്നുവോ അതുപോലെ തന്നെ ഹെയ്റ്റേഴ്സും മോഹൻലാലിനുണ്ടെന്ന് വ്യക്തമാണ്. പക്ഷേ ഗ്യാങ്സ് ഭേദമന്യേ എല്ലാത്തരം ആളുകളും വിവാദങ്ങളും ട്രോളുകളെല്ലാം ഒഴിവാക്കി അദ്ദേഹത്തിന് ആശംസകളും ആശീർവാദങ്ങളും നൽകുന്ന ഒരു ദിവസമുണ്ട്. അതാണ് മെയ് 21, മോഹൻലാലിൻ്റെ ജന്മദിനം. എത്ര ഹിറ്റുകൾ അല്ലെങ്കിൽ എത്ര മികച്ച സിനിമകൾ വന്നാലും ശരി, ഒരു താഴ്ച അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് മതി അദ്ദേഹത്തിനെതിരെ സൈബർ അറ്റാക്കുകളും വിമർശനങ്ങളും വരാൻ. പക്ഷേ സിനിമാപരമായും രാഷ്ട്രീയപരമായും മതപരമായും സ്റ്റേജ് ഷോകളുമായി ബന്ധപ്പെട്ടും ബ്ലോഗ് എഴുത്തുമായി ബന്ധപ്പെട്ടും നിരവധി വിവാദങ്ങൾ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ മോഹൻലാലിലേക്ക് എത്തുകയുണ്ടായി. പക്ഷേ അതൊന്നും നോക്കിയിരുന്ന് താൻ വീണു പോകാറില്ലെന്ന് അദ്ദേഹം തന്നെ നിരവധി തവണ പബ്ലിക്കായി പറഞ്ഞിരിക്കുന്നു. അത് ശരിയാവാം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നാൽ ഒരിടത്ത് സ്റ്റക്കായി നിൽക്കാനല്ലേ കഴിയൂ. അദ്ദേഹത്തിൻ്റെ ലൈഫ് ആൻഡ് കരിയർ മുന്നോട്ട് നീങ്ങില്ലല്ലോ. പലതവണ സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡുകളും സ്വന്തമാക്കിയിട്ടുള്ള മോഹൻലാൽ എന്ന നടനെ പരസ്യങ്ങൾ, TV ഷോകൾ, മറ്റു പരിപാടികൾ, ബോധവൽക്കരണങ്ങൾ, റേഡിയോ അനൗൺസ്മെൻറ്റുകൾ തുടങ്ങി ഏതെങ്കിലും ഒന്നിലെങ്കിലും വഴി ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ മലയാളികൾ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നു. സിനിമയെ കൂടാതെ മോഹൻലാലിന് ഗുസ്തി, മാജിക്, യാത്രകൾ, തായ്ക്കൊണ്ട, കളരിപ്പയറ്റ്, നൃത്തം, നാടകം, എഴുത്ത്, വായന, പാചകം തുടങ്ങി മറ്റു പല മേഖലകളിലും ഇഷ്ടമുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം സംവിധാന മേഖലയിലേക്കും കൈവച്ചിരിക്കുന്നു. കിരീടം, സതയം, ദൃശ്യം, വാനപ്രസ്ഥം, ലൂസിഫർ, ദേവാസുരം, മണിച്ചിത്രത്താഴ്, ഇരുവർ, സ്ഫടികം, ദശരഥം, കമലദളം, ഭ്രമരം, പ്രണയം, തന്മാത്ര, അമൃതം ഗമയ, കാലാപാനി, പവിത്രം, മിഥുനം, സൂര്യഗായത്രി തുടങ്ങി നിരവധി ക്ലാസിക്കുകളും മാസീവ് ചിത്രങ്ങളും നമുക്ക് സമ്മാനിച്ച ഇടം തോളിൻ്റെ ചെരിവ് സിഗ്നേച്ചറായുള്ള മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാളത്തിലേക്ക് തല തെറിച്ച കഥാപാത്രമായി കയറി വന്ന ഇന്ന് മലയാള സിനിമയുടെ തലയുയർത്തി നിൽക്കുന്ന മോഹൻലാലിന് ഒരു കംപ്ലീറ്റ് കളർഫുൾ ജന്മദിനാശംസകൾ നേരുന്നു.